വനം മന്ത്രി മുൻകൂർ ഏറ്റ ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരമൊരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തോട് ആദ്യം ആവശ്യപ്പെട്ടത് മറ്റെന്തോ ആണ്, പിന്നീട് പറഞ്ഞൊരു പാട്ട് പാടാൻ. ആ 2 ലൈൻ അദ്ദേഹം പാടി, അത് അവിടെ തീർന്നു. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു ആക്ഷേപഹാസ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇന്ന് അദ്ദേഹം അവിടെ ഇത്രയും അദ്ദേഹത്തെ തടയും എന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അവിടെ ലീഗും കോൺഗ്രസും അവിടെ രംഗം വഷളാക്കാൻ രംഗത്തുണ്ടായിരുന്നു എന്ന കാര്യം എന്തിനു വേണ്ടിയാണ് രംഗത്തുണ്ടാവുന്നത്? നിഷാദെ, ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു നഷ്ടപരിഹാര തുക നൽകുന്നത്. ആദ്യമായിട്ടാണ് ഒരാൾക്കൊരു നിയമനം അത് താൽക്കാലികമായി തുടങ്ങി സ്ഥിരപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പൊ അത്തരം ഒരു നിയമനം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വരികയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു നരഭോജി ഒരു കടുവയെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവ് സമയബന്ധിതമായിട്ട് ഇറക്കിയത്. 10-12 സോണുകളായി തിരിച്ചുകൊണ്ട് അവിടെ ഉത്തര കേരളത്തിലെ ഏതാണ്ട് ഒട്ടുമുക്കാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവിടെ തോക്കുകളുമായി തന്നെ രംഗത്തിറങ്ങി ആ കടുവയെ വെടിവെക്കാൻ വേണ്ടി വെടിവെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അരുൺ സക്കറിയ, നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരം വന്യമൃഗങ്ങളെ നേരിടുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെ അവിടെ നിതാന്ത ജാഗ്രതയോടുകൂടി നിൽക്കുന്നത്. നമുക്ക് അതിനെ എല്ലാ കടുവകളെയും അല്ലെങ്കിൽ എല്ലാ ആനകളെയും നമുക്ക് കൊന്നെടുക്കാൻ ഒരിക്കലും കഴിയില്ല. അതൊക്കെ പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഇന്ന് വനംവകുപ്പിന് ഇന്ത്യയിൽ ലഭിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ചില ആശങ്കയുണ്ട്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കടുവ പ്രൊസസ്, രാജു അബ്രഹാം, ഇപ്പോൾ ഒരു കടുവ വരുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, നമ്മൾ അതിനെ നരഭോജി കടുവായി പ്രഖ്യാപിക്കുന്നു, അതിനെ വേട്ടയാടാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. നമ്മുടെ പ്രശ്നം അതല്ല. കടുവകൾ നിരന്തരമായി ഇറങ്ങുന്നു, ആനകൾ നിരന്തരമായി ഇറങ്ങുന്നു, പന്നികൾ ഇറങ്ങുന്നു, കാട്ടുപോത്തുകൾ ഇറങ്ങുന്നു. അതിന് ശാശ്വത പരിഹാരം എന്താണ്? സർക്കാർ ഇപ്പോൾ എന്തിലാണ് ആ വിഷയത്തിൽ ഗവൺമെന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ ഇവിടെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര വന നിയമങ്ങളിൽ മാറ്റം ഉണ്ടാവണം. ഈ കേന്ദ്ര വന നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ. ആ കേന്ദ്ര വന നിയമത്തിനകത്ത് ഇപ്പൊ ആ കേന്ദ്ര വന നിയമം വെച്ചാണല്ലോ നമ്മുടെ കേരള ഗവൺമെന്റ് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയാക്കണം എന്ന് പറയുന്ന ആവശ്യം കേന്ദ്രത്തിന്റെ മുന്നിൽ 3 തവണ വെച്ചിട്ടും കേന്ദ്രം തള്ളിക്കളഞ്ഞു. ആ കാട്ടുപന്നി ഈ നാട് കേരളം നശിപ്പിക്കുകയാണ്. ഞാൻ ഒറ്റ വാക്കിൽ തന്നെ അവസാനിപ്പിക്കുന്നു. കേരളം നശിപ്പിക്കുകയാണ് ആ കാട്ടുപന്നികൾ. കാട്ടുപന്നിക്ക് വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം കേരള നിയമസഭയിൽ ആദ്യമായി ഉന്നയിച്ച ഒരു ജനപ്രതിനിധിയാണ് ഞാനാണ് അത് ആദ്യം ഉന്നയിച്ചത്. പിന്നീട് പല സന്ദർഭങ്ങളിൽ ഞാൻ ഉന്നയിച്ചു, പല MLA ഉന്നയിച്ചു. കെ രാജു ഇരിക്കുമ്പോൾ നേരത്തെ ഇറക്കിയ ഉത്തരവ് പരിഷ്കരിച്ച് വെടിവെക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ കേരളത്തിലെ ആവാസ വ്യവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ കാട്ടുപന്നികളുടെ എണ്ണം പെരുകുകയാണ്. അതുകൊണ്ട് തന്നെ കൃഷി പോകുന്നു, റോഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, സ്കൂട്ടർ യാത്രക്കാർ മറിഞ്ഞു വീഴുന്നു, മരണമടയുന്നു, ധാരാളം ആളുകൾക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന് കേന്ദ്ര നിയമം മാറ്റണം. കോൺഗ്രസ് ഉണ്ടാക്കിയ കേന്ദ്ര നിയമമാണ്. മനേകാ ഗാന്ധിയെ പോലെയുള്ള കേന്ദ്ര BJP നേതാക്കന്മാർ ഇത്തരം കാര്യങ്ങൾ ദുരുപയോഗിക്കുന്നു. ഇവിടെ പേ പിടിച്ച പേപ്പട്ടി റോഡിൽ നടന്ന് മനുഷ്യനെ മുഴുവൻ കടിച്ചു കീറുമ്പോൾ അതിനെതിരെ എത്ര MLA ഞാനടക്കമുള്ള MLA നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. രാജു അബ്രഹാം, കേന്ദ്ര നിയമത്തെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്ത് ഈ വന്യജീവി ശല്യം തടയാൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നേരത്തെ കിഫ എന്ന സംഘടനയുടെ പ്രതിനിധിയായ ശ്രീ അലക്സ്, അദ്ദേഹം ആവർത്തിച്ച് എല്ലാ ചർച്ചയിലും ചോദിക്കുന്നു, എന്തുകൊണ്ട് മനുഷ്യന് ത്രട്ടുണ്ടാക്കുന്ന ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുള്ള അധികാരം എടുത്തു പ്രയോഗിക്കാതെ ഉരുണ്ട് കളിക്കുന്നു? ഇന്നലെയുമുണ്ട് ഈ കടുവയുടെ പ്രശ്നം. ഇന്നലെ നരഭോജി കടുവയ്ക്ക് ഉത്തരവില്ല, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കടുപ്പിക്കുന്നു, അപ്പം നരഭോജി കടുവയാക്കുന്നു, വെടിവെച്ച് കൊല്ലാൻ കൂടുതൽ തോക്കുകൾ എടുത്ത ആളുകൾ ഇറങ്ങുന്നു. ഇതെന്തേ? ഈ നിയമം ഇന്നലെ ഉണ്ടായിരുന്ന ഒന്നല്ലേ? ഇതിന് മുൻപ് എത്രയോ കടുവകളും ആനകളും പ്രശ്നം ഉണ്ടാക്കി. അപ്പം നമ്മൾ എന്തുകൊണ്ട് ആവശ്യത്തിന് മനുഷ്യജീവന് വേണ്ടി തോക്കെടുക്കുന്നില്ല? ഇപ്പം നേരത്തെ പറയുന്ന പോലെ എമർജൻസി ആക്ടുകൾ ഉപയോഗിക്കാം, ദുരന്ത നിവാരണ നിയമങ്ങൾ ഉപയോഗപ്പെടുത്താം, കളക്ടറുടെ സവിശേഷ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിന് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന കുറച്ചുകൂടി അഗ്രസീവായ ഒരു സ്റ്റെപ്പ് ഗവൺമെന്റ് എടുക്കാം. ഗവൺമെന്റ് ഈ നിയമത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കേണ്ടതുണ്ടോ? നമുക്ക് നമ്മുടെ കയ്യിലുള്ള നിയമം എടുത്ത് ഉപയോഗിക്കാമല്ലോ എന്നാണ്. നമുക്കൊരു തർക്കവുമില്ല. ഇത്തരം കടുവകളാണെങ്കിലും ഇത്തരം പന്നികളാണെങ്കിലും അതിനെ കൊന്നൊടുക്കണം എന്നുള്ള കർശനമായിട്ടുള്ള നടപടിക്ക് ഈ ഗവൺമെന്റിന് യാതൊരു വിരോധവുമില്ല. പക്ഷെ അത് ചെയ്യാൻ സാധിക്കുമോ? അത് ചെയ്താൽ വനമന്ത്രി ജയിലിൽ പോകേണ്ടതിലേക്ക് വരുമോ? അതാണ് വരുമോ എന്ന കൺഫ്യൂഷൻ നിങ്ങൾക്ക് പാടില്ല. ഒരു ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് നിയമപരമായ ഒരു വ്യക്തത എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. ഇവിടെ CRPC പ്രകാരം കൊല്ലാം,
അല്ലെങ്കിൽ നേരത്തെ ശ്രീ അലക്സ് ചൂണ്ടിക്കാണിച്ചതുപോലെ ദുരന്ത നിവാരണ നിയമപ്രകാരം നമുക്ക് ത്രെട്ടുണ്ടാക്കുന്ന സംഗതികളെ വെടിവെച്ച് ഒഴിവാക്കാൻ നമുക്ക് മുന്നിൽ വ്യവസ്ഥയുണ്ട്. ഇനി വ്യവസ്ഥ ഇല്ല എന്നാണെങ്കിൽ അങ്ങനെ വ്യവസ്ഥ ഇല്ല എന്ന് ഗവൺമെന്റിന് പറയാൻ പറ്റണം. നിലവിൽ കേരള ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവ് കോടതി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വെടിവെക്കാൻ അധികാരമുണ്ടെന്ന് ചോദിച്ചിരിക്കുകയാണ് കോടതി. അപ്പം അങ്ങനെയുള്ള ഒരു അപകടകരമായ ഒരു മറുവശം കൂടി പരിഗണിച്ചു വേണം. ഇവിടെ നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ശരി, അപ്പൊ നിയമസങ്കീർണത താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്.